യെസ്. ഹലോ, ഗുഡ് ഈവനിങ്. സോറി, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആണല്ലോ? ക്യാമറ ഓൺ ചെയ്തിരിക്കാത്തത് കൊണ്ട് വല്ലാത്തൊരു ഫീലും. എവിടെ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യും? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്യാമറ ഓൺ ചെയ്യുന്നതിൽ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ. കാരണം നമ്മള് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനും ഫുള്ളായിട്ടൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആണല്ലോ? അപ്പോ ആദ്യം തന്നെ നിങ്ങളെ കാണാനുള്ള ഒരു അവസരം ഇവിടെ മിസ്സാക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കാം. ഫുള്ളായിട്ട് നിങ്ങളുടെ പ്രസൻസ് ഇവിടെ കൊടുക്കണം. ഇവിടെ പ്രസന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇരിക്കുക. ഓക്കെ. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. യെസ്. അപ്പോ എത്ര ഓക്കെ, ഒരുപാട് ദിവസമായി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ക്യാമറ എല്ലാവരും ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പറ്റുന്നവരെ ഒരാളെങ്കിലും പറ്റുവാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കാം. യെസ്. എന്റെ പാരന്റ്സ് തന്നെ അല്ലേ ഇതിലുള്ള ഓരോരുത്തരും. ഏ വളരെ കുറച്ച് പേര് മാത്രമേ പുറത്തുള്ളവർ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്റെ മക്കളുടെ പാരന്റ്സ് തന്നെയാണ്. ഒരുപാടായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോ നിങ്ങക്ക് എന്ത് പറ്റി? ഓക്കെ. യെസ്. അപ്പോ ഞാൻ ഒരുപാട് ടാസ്കുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒന്ന് ചാറ്റ് ബോക്സിൽ വരൂ. ക്യാമറ ഓൺ ആക്കിയിട്ടില്ലെങ്കിലും ചാറ്റ് ബോക്സിൽ ടാസ്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് അതിന്റെ തുടർച്ച പറയാൻ വേണ്ടിയിട്ടാണ്. ചാറ്റ് ബോക്സ് താഴെ ഉണ്ടാവും, ചാറ്റ് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. യെസ്. ഓക്കെ. കുറച്ചൊക്കെ ചെയ്തു. പിന്നെ ഞാനിപ്പോ ലാസ്റ്റിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. അതൊന്ന് നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. സ്വസ്ഥമായിട്ടിരിക്കുക. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെക്കുക. തള്ളവിരല് കൂട്ടിമുട്ടിച്ച് നിങ്ങളുടെ മടിയിൽ വെക്കുക. ഓക്കെ. സെറ്റ് ആണല്ലോ? യെസ്. കണ്ണുകൾ അടക്കുക. സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. നട്ടല് നിവർത്തി നല്ല രീതിയിൽ നിങ്ങൾ ഇരിക്കുക. ഓക്കെ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. വൺസ് അഗെയിൻ. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓരോ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ദൈവത്തിൽ നിന്നുള്ള ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള എല്ലാ നെഗറ്റീവ്സും ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ടും ഫീൽ ചെയ്യുക. ഓക്കെ. ബ്രീത്തിങ്. ദൈവത്തിൽ നിന്നുള്ള പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ. ബ്രീത്ത് ഔട്ട് സ്ലോലി. Once again, breathe in, breathe out slowly. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാം. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ
ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാണ്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാണ്. മെല്ലെ തിരിച്ചു വരാം. ബ്രീത്തിങ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഓക്കെ, ബ്രീത്ത് ഔട്ട് സ്ലോലി. വൺസ് അഗൈൻ ബ്രീത്തിങ്. Breathe out slowly. Breathe in. Breathe out slowly. ഓക്കെ, കൈകൾ രണ്ടും കൂട്ടിയിരുത്തി ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, സെറ്റ്. ഹാപ്പിയാണോ എല്ലാരും? നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാത്തവർക്ക് ചാറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്താട്ടോ. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ ചാറ്റ് ബോക്സിൽ വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ചെയ്യാത്തവർക്ക് ഒരു റിസൾട്ടും ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ കേട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫ്രഷ്നെസ് കിട്ടും. ഓരോ തവണ എന്റെ വോയിസ് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ വെച്ചാല് കുറച്ച് സമയം നമ്മൾ വോയിസ് ആയാലും ലൈവിലായാലും ഇവിടെ കൂടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പല പരിപാടികളിലാണ് ഏർപ്പെടുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നത് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് കൂടുതൽ നെഗറ്റീവ് എനർജീസ് വരികയും നമ്മൾ അതിനനുസരിച്ചുള്ള എന്താ പറയാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ വിഷയത്തിൽ നിന്നും തെന്നി മാറും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാതെ ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അത് ചെയ്തവര് എത്ര പേരുണ്ട്? അവരൊന്ന് ചാറ്റ് ബോക്സിൽ വന്നേ. ചെയ്തവര് മാത്രം ചാറ്റ് ബോക്സിൽ വന്ന് ഞാൻ ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്താ അറിയോ, നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് നമുക്ക് സമയം കിട്ടാത്തത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ സമയമില്ലാന്ന് കരുതി മാറ്റി വെക്കണുണ്ടോ? നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ, ഗ്രൂപ്പിലൊന്ന് ഇതിന്റെ ഒന്ന് റിസൾട്ട് നിങ്ങൾ പങ്കുവെക്കണം ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവില്ല. കാരണം നമ്മൾ മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ആക്ഷൻ എടുത്ത് അതിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, മാറ്റം സംഭവിക്കുള്ളൂ. ഇപ്പോ ഞാനിനി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്റെ ലൈഫിൽ അല്ല, അത് ഞാൻ പറയാം. എന്റെ ലൈഫിൽ ഞാൻ എന്താ പറയാ കയറി ഇറങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ചിട്ടോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. 2023 ലാസ്റ്റിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 2024 ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഫുൾ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മുതൽ പ്ലാൻ ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ എന്താവണം എന്നുള്ളതായിരുന്നു. ഇതാണ്ടോ ഓരോ കാര്യങ്ങളും ഇരുന്ന് എഴുതിയിട്ടും കുത്തിയിട്ടും ഒക്കെ കിട്ടുന്ന പോയിന്റ്സ് നോട്ട് എഴുതുക, അത് മനസ്സിലാക്കുക, അതിൽ വർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഓരോ നിമിഷവും. എൻ്റെ മെയിൻ ആയിട്ടും 2024 എന്ന് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിരുന്നു. കാരണം ഞാൻ ഗോൾസിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം കാര്യങ്ങള് കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ്ടായിരുന്നു മോർണിംഗിൽ ചെയ്യണമെന്നില്ല. നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് സമയം കണ്ടെത്തിയിട്ട് ചെയ്യുക. ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും കാണുക കേട്ടോ. അപ്പോ 2024 ഫുൾ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്. 2025 പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ 2025 എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട്
ഞാൻ സെഷൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. കാരണം കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വർഷം തന്നെ സൂപ്പർ ആവും. ഓരോ മന്തിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പിന്നെ എന്താ പറയാ, ടു ഡു ലിസ്റ്റ്, അതുപോലെ തന്നെ വിഷൻ ബോർഡ്, ഇതൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ? ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഇത് പറയാനല്ല ആക്ച്വലി വന്നത്, പക്ഷെ നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് എനിക്ക് മൂവ് ആയി പോയത് ഇതാ. അപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ അവസ്ഥ, നമ്മുടെ എനർജി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പൊ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ഗോൾ സെറ്റിങ്സിൽ കാര്യങ്ങളിലൊക്കെ പറയാം. കാരണം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ഇത് ശരിയായില്ലല്ലോ, അതായില്ലല്ലോ, ഇതായില്ലല്ലോ എന്നുള്ള തോട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് ഞാൻ അതിൽ പറയാം കേട്ടോ. അപ്പോ ഇപ്രാവശ്യം ഈ വർഷത്തെ എൻ്റെ ഇതില് ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. ഒന്നാമത് എന്താ വെച്ചാല് ഡ്രൈവിംഗ് സെറ്റ് ആക്കണം, സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങണം എന്നായിരുന്നു. അൽഹംദുലില്ലാ ഒരു കാറുമായി, ഒരു സ്കൂട്ടിയായി. അതുപോലെ തന്നെ എന്റെ പഴയ ഫോൺ മാറ്റണം എന്നുള്ളതായിരുന്നു എന്റെ തീരുമാനം. അതും സെറ്റായി. മൂന്നാമത് എനിക്ക് ലൈവായിട്ട് സ്കൂൾസിൽ പാരന്റിങ് ക്ലാസ്സസ് എടുക്കണം. കുട്ടികൾ നിരന്തരം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് എന്റെ കുട്ടി പഠിക്കണില്ല, അതുപോലെ തന്നെ എന്റെ കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ല, ഇതന്നെയാണ് മിസ് എന്ത് ചെയ്യണം, ഫോണിൽ തന്നെയാണ് ഏത് സമയത്തും, ഇതന്നെയാണ് കേട്ടോണ്ടിരിക്കണത്. അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണം എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാരന്റിങ് കോച്ചായി സ്കൂൾസിൽ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും പാരന്റിങ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അപ്പോ ഞാൻ ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം അത് പ്രധാനമായിട്ട് നമ്മുടെ വീടിന്റെ കാര്യമായിരുന്നു. അതെ, എല്ലാം ഏകദേശം റെഡിയായി. അതെന്തുകൊണ്ടാ വെച്ചാല് നമ്മൾ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ, തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ മാറണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ആ മാറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുഞ്ഞു 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 സ്റ്റെപ്പ് എടുക്കുക. ഇതെല്ലാം കൂടെ ഒരു കൂടുമ്പോൾ നിങ്ങൾക്ക് വലിയ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ തരുന്ന കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, മോർണിംഗിൽ നിങ്ങൾ നിങ്ങൾ ആകാശം നോക്കുക എന്നുള്ളത്. അതെന്തിനാന്നറിയോ? ആ ഒരു രാവിലെ നീറ്റ് നമ്മളൊന്ന് പുറത്തേക്ക് നോക്കിയിട്ട്, നമ്മൾ ആകാശത്ത് നോക്കിയിട്ട് മനസ്സ് തുറന്നൊന്ന് ചിരിച്ച്, ആ തുറന്ന് ചിരിച്ചിട്ട് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ, അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവത്തിന്റെ ഒരു ചിന്ത വരും, പടച്ചോന്റെ ചിന്ത വരും. ഇല്ലേ, ഉണ്ടാവാറുണ്ടാ? പടച്ചോന്റെ സൃഷ്ടിയെ കുറിച്ചിട്ട് ഒരു തോട്ട് വരാറുണ്ട് ആ സമയത്ത്. ആകാശത്തിന്റെ ഭംഗി, കാര്യങ്ങൾ, ഓരോ കാര്യം, പിന്നെ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അതേപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ നമുക്ക് എന്താ പറയാ, ദൈവത്തിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ഒരു ഫീല് വരും. ആ സമയത്ത് നമ്മുടെ മൈൻഡില് നമ്മളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാണ്ട് കുറച്ചു നേരം ആകാശം നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോ എന്താണെന്നറിയോ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് സെറ്റ് ആവും. ഓക്കെ. അതുപോലെ അടുത്ത ടാസ്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നിങ്ങളെ മനസ്സിലാക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലേ? ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാന്? ഇല്ലേ? നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം ഇല്ല എന്നൊക്കെ പറയണ്ടല്ലോ. ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഞാൻ പറയണ്ടായിരുന്നോ? ഓക്കെ. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സേ, എല്ലാം നടക്കുന്നുണ്ട്, ദേഷ്യം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത് നടക്കണില്ല എന്നുള്ളത്. അപ്പോ ദേഷ്യത്തെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എത്ര പേർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ഇതൊക്കെ എഴുതി കുത്തി ഉണ്ടാക്കിയിട്ടും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുന്നുണ്ടോ? മെയിനായിട്ട് മക്കളെടുത്താവും അല്ലേ? ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ക്ഷമ കിട്ടും, പേടിച്ചിട്ടെങ്കിലും. മക്കളെടുത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യൂല, അത് ഏ നമുക്ക് ക്ഷമ കിട്ടുന്നില്ല. അത് നമ്മുടെ പാരന്റിങ് അപ്ഡേറ്റ് ചെയ്യണം. അതില് നമ്മൾ പൊതുവെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ പാരന്റിങ് പഠിച്ചിട്ട്, ഞാനൊക്കെ ആ തരത്തിൽ തന്നെ ആയിരുന്നു. പാരന്റിങ് പഠിച്ചിട്ടാണോ നമ്മളിപ്പോ നമ്മുടെ പാരന്റ്സ് വളർത്തിയത് എന്നുള്ള തോട്ട്. പക്ഷേ പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി പഠിച്ച് കുട്ടികൾ അതിലൂടെ കയറ്റി ഇറക്കേണ്ട സംഭവം തന്നെയാണ്.
അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ടാസ്കുകൾ കാര്യങ്ങളും അത് വലിയ ടാസ്ക് എന്ന് പറയാനൊന്നുമില്ല, നമ്മൾ നിരന്തരം ചെയ്യാത്തത് കൊണ്ടാണ്. അതിലൂടെ ഒക്കെ അവരെ കയറ്റി ഇറക്കി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ നല്ല മാറ്റം തന്നെ ഉണ്ടാവും. അതിൽ മെയിനായിട്ടും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ കൺട്രോൾ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ കൺട്രോൾ ചെയ്യാൻ പറയണ്ടായിരുന്നു. കുറെ പേര് ചെയ്തു, കുറെ പേര് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളത് ചെയ്തു നോക്കാം. അതിൽ മെയിനായിട്ടും ദേഷ്യം എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത്? ഉം ദേഷ്യം കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ? ഇല്ലേ? മെയിൻ ആയിട്ടും ദേഷ്യം കാരണം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമുക്ക് കൺട്രോൾ ഇട്ടാറില്ല. പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ വായിലൂടെ വന്നു പോകാറുണ്ട്, മക്കളുടെ അടുത്തായാലും മറ്റു ഉള്ളവരുടെ അടുത്തായാലും. ദേഷ്യം ദേഷ്യം കാരണം എന്താണ് നമ്മുടെ ഉള്ളിൽ മുറിവേൽക്കാറുണ്ട് ഇല്ലേ? മറ്റുള്ളവർ നമ്മളടുത്ത് ദേഷ്യപ്പെടുമ്പോൾ അത് നമുക്ക് വല്ലാതെ ഫീൽ ആവാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെടുത്ത് ദേഷ്യപ്പെടുമ്പോഴും അവരുടെ ഉള്ളിലും മുറിവേൽക്കാറുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമ്മളും അത്ര എന്താ പറയാ കേമന്മാരൊന്നുമല്ല. കാരണം നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മളും അത് ചിലപ്പോ തിരിച്ചു പറയാറുണ്ടാവും. നമുക്കും എന്ത് ചെയ്യാൻ പറ്റാറില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. എന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദേഷ്യം വരാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്നാമത്, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തില് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴെങ്കിലും നമ്മളെ അടുത്ത് മറ്റുള്ളവർ ആരെങ്കിലും ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള പല മുറിവുകളായിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള അംഗീകാരം നമുക്ക് കിട്ടുന്നുണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് അംഗീകാരം കിട്ടുന്നുണ്ടാവില്ല, അതുപോലെ പ്രതീക്ഷിച്ച പോലെ നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ദേഷ്യം വരാനുള്ള കാരണം. നിങ്ങൾ ചിന്തിക്കാത്തോണ്ടാ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അവര് ദേഷ്യപ്പെടുമ്പോ നിനക്ക് ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളത്, നിനക്ക് എന്തത്ര ഏ ദേഷ്യം പിടിക്കുന്ന എന്താ, ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? പക്ഷെ അവർ എവിടുന്നും പഠിച്ചതല്ല, നമ്മളിൽ നിന്ന് തന്നെയാണ് അവരിത് മനസ്സിലാക്കിയിട്ടുള്ളത്. പലപ്പോഴും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സിനെ അവരുടെ റോൾ മോഡൽ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. കുട്ടികള് പാരന്റ്സ് എന്ത് പറഞ്ഞാലും പറയുന്നതല്ല, ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മള് മക്കളുടെ അടുത്ത് ദേഷ്യപ്പെടാറ് കൂടുതലുണ്ടാവും. പക്ഷേ അതേ കാര്യം അവരെന്ത് ചെയ്യും? നമ്മളടുത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദേഷ്യം കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ മക്കളുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടില് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പറയുമ്പോൾ നമ്മൾ തട്ടിക്കറി സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളും അത് ചെയ്യും. അവര് അത് കണ്ടുപഠിക്കുക ചെയ്യുന്നത്. നമ്മൾ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒന്നും കാര്യമില്ല. അവർ നമ്മൾ ഓരോരുത്തരെയും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾ അങ്ങ് തെറ്റാറൊക്കെ ഉണ്ട് അല്ലെ, മിണ്ടാണ്ടിരിക്കാറുണ്ട്. ഈ മിണ്ടാണ്ടിരിക്കുമ്പോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മൈൻഡ് ക്ലീൻ ചെയ്യാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേഷ്യത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയണോന്നുള്ളത് ഇല്ല. പക്ഷെ പലരും എന്നിട്ടും എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ദേഷ്യത്തെ കുറിച്ച് പറയാം എന്ന് തീരുമാനിച്ചത്. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ തെറ്റുക മീൻസ് നമ്മൾ ഇനി അവരുടെ അടുത്ത് കുറച്ച് മിണ്ടാണ്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നമുക്ക് വല്ലാണ്ട് മുറിവേൽക്കാണ്. അത് വേണ്ടിണ്ടായിരുന്നില്ല നമ്മൾ നമ്മളെ തന്നെ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് വേണ്ടിണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എന്നുള്ളത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരും എന്താവുണ്ടാവും, ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി, പക്ഷെ അവർക്കൊന്ന് പുറത്ത് തന്നുകൂടായിരുന്നോ, ഒന്ന് ക്ഷമിച്ചു തന്നുകൂടായിരുന്നോ എന്നുള്ളത്. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ അതന്നെ ഉള്ളോണ്ട് വെച്ചോണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്കാണിപ്പം അറിവുകൾ, ഓരോ കുഞ്ഞു കുഞ്ഞു അറിവുകളാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറുക. എന്തെങ്കിലും ഇഷ്യൂസ് വീട്ടിലുണ്ടാവുക, കുട്ടികളുടെ അടുത്തായാലും റിലേഷൻഷിപ്പിലായാലും ഹസ്ബൻഡിന്റെ അടുത്തായാലും ഉമ്മ വാപ്പ ആരെടുത്താണെങ്കിൽ തന്നെ ചിലപ്പോ നമ്മളൊക്കെ പ്രായമായവര് ചിലപ്പോ ആ ഒരു ദേഷ്യത്തിന്റെ ഭാഷയിൽ തന്നെ ആർക്കും കൂടുതൽ കാര്യങ്ങളും സംസാരിക്കാം. അതിൽ നിന്നുള്ള നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണ്ടാത്തത് അപ്പൊ തന്നെ വിട്ടുകളയാം. പിന്നെ അത് നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ച് മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താകുന്നത് പല പ്രശ്നങ്ങളും വരുന്നത്. വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ഫോർഗീവ്നെസ് അത് നമുക്ക് പറയാം, ഞാൻ പറയാം കേട്ടോ. ഓക്കെ.
അപ്പൊ ഈ മിണ്ടാണ്ട് നടക്കുന്നതിന് പകരം നിങ്ങളടുത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞു. മെയിനായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ ഏറ്റു പറയുക, ഓക്കെ സോറി, അപ്പത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, ഓക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കൂലേ എന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞു. അതുപോലെ തന്നെ അവര് ആണ് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് താന്നു കൊടുക്കാനും വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, രക്ഷപ്പെട്ടു മക്കളെ, രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കാര്യം സോൾവ് ആയെന്ന് മാത്രമല്ല ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ഡീപ്പ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതലും ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെയാണ്, അവരുടെ ചുറ്റുപാടിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചില ഫാമിലിയിലുണ്ട് എല്ലാവരും ദേഷ്യത്തോട് കൂടിയിട്ടാ സംസാരിക്കുള്ളൂ. കാരണം ആ പാരന്റ്സ് അങ്ങനെയാണ് ആ കുട്ടികളെ കൊടുത്തത്. അതുപോലെ തന്നെ ആ കുട്ടികളും അതുപോലെ മറ്റുള്ളവരുടെ അടുത്തും വരും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, നന്നായിട്ട് ദേഷ്യപ്പെടും. അപ്പോ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ക്വാളിറ്റി ടൈം കണ്ടെത്തുക. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല 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 എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാ വെച്ചാൽ സമയമില്ലാത്ത എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. സമയത്തെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ചോദിക്കപ്പെടും. നമ്മൾ നമ്മുടെ ഓരോ സമയവും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോ സമയമില്ല എന്ന് പരാതിയും പരിഭവവും പറയുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് സമയത്തും നിങ്ങൾ അഫർമേഷൻ കൊടുക്കുക. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളിട്ടാ. നിങ്ങളുടെ അടുത്ത് സമയമില്ല സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ. എനിക്ക് ധാരാളം സമയമുണ്ട്. അത് എപ്പോഴും നിങ്ങളോട് തന്നെ പറയാം. എപ്പോഴും നിങ്ങളോട് തന്നെ പറയാം, എനിക്ക് ധാരാളം സമയമുണ്ട്, ഞാൻ നല്ല രീതിയിൽ സമയത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. എനിക്ക് ധാരാളം സമയം, അത് നിങ്ങളെ മൈൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞാവുമ്പോ നമുക്ക് സമയം കിട്ടും. എനിക്ക് ധാരാളം സമയം, എല്ലാവരുടെ അടുത്തും ഞാനൊരു പേനയും നോട്ടൊക്കെ വാങ്ങാൻ പറയണ്ടായിരുന്നു. ഇന്നും നിങ്ങൾ അതൊക്കെ വന്നിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അഫർമേഷൻ എഴുതി വെച്ചോളൂ, എനിക്ക് ധാരാളം സമയമുണ്ട്. അതെപ്പോഴും നിങ്ങളോട് തന്നെ പറയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കാനൊക്കെ പറയണ്ടായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ പോയി നിങ്ങൾ സെൽഫ് ലവ് കൂട്ടണം. എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ സ്നേഹിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നടക്കാൻ തുടങ്ങും. അപ്പോൾ അഫർമേഷൻ, എനിക്ക് ധാരാളം സമയമുണ്ട്, ഞാൻ നല്ല രീതിയിൽ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നു. എനിക്ക് ധാരാളം സമയമുണ്ട്, ഞാൻ നല്ല രീതിയിൽ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നു. യെസ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ, 3 കള്ളി വരയ്ക്കുക. ഇപ്പൊ ചെയ്യണ്ട, നിങ്ങൾ ഫ്രീ ആവുമ്പോ 3 കള്ളി വരയ്ക്കുക. കാരണം നമുക്ക് 3 തരത്തിലാണ് ടൈം കണ്ടെത്തേണ്ടത്. ഒന്ന് പേഴ്സണൽ ടൈം, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ആ സമയത്ത് നമ്മളുടെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടിയിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഏ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള കുഞ്ഞു സ്റ്റെപ്പ് എടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം, അത് ടൈം എന്തെല്ലാം കാര്യങ്ങൾ അപ്പോ ആ കള്ളിയില് പേഴ്സണൽ ടൈം കൊടുക്കുക. ആ കള്ളിയിൽ നിങ്ങൾ എന്താക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ ഏതൊക്കെ ടൈമാണ് അത് ചെയ്യുക എന്നുള്ള നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ. അതുപോലെ തന്നെ അതിലുള്ള ഓരോ കാര്യങ്ങൾ, ടാസ്കുകൾ, ഇനിയിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് അതൊക്കെ എഴുതാനുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മളിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് പേഴ്സണൽ ടൈം, രണ്ടാമത് ഫാമിലി ടൈം. ഈ ഫാമിലി ടൈമില് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം, അവരെ പഠിപ്പിക്കാനുള്ള സമയം, അവരെ കേൾക്കാനുള്ള സമയം, അതെഴുതാം. ഓക്കെ, അവര് പഠിപ്പിക്കാനുള്ള സമയം, അവര് കേൾക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കുക, ആ സമയത്ത് വേറെ ഡിവൈസോ കാര്യങ്ങളോ ഒന്നും കയ്യിൽ പാടില്ല. അവര് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ആ ഒരു എന്താ പറയാ ഓക്കെ എന്നുള്ള ലെവലില് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ സ്നേഹത്തോടു കൂടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ എന്താക്കണം, അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ വേറെ അവിടെയും ഇവിടെയും നോക്കിയിരുന്നിട്ടല്ല, അവരുടെ കണ്ണിൽ നോക്കിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അവർ പറയാം പിന്നെ എന്താ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യത്തോട് കൂടിയിട്ടായിരിക്കണം അവരെ കേൾക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാവരോടും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നിങ്ങളുടെ ഉമ്മ,
അതുപോലെ തന്നെ ഹസ്ബൻഡ്, മക്കള് എല്ലാവരോടും ഒരുമിച്ചിരിക്കുന്ന സമയം. കാരണം നമ്മൾ ഇപ്പോ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു കാഴ്ചപ്പാടില് സ്ത്രീകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് സ്വർഗമായിരിക്കും. സ്ത്രീകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ഉമ്മാക്കും വാപ്പാക്ക് അമ്മക്കും അച്ഛനും ഭയങ്കര സമാധാനം സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഹസ്ബൻഡ് നല്ല സമാധാനം, കുറെ ഭാരം ഒഴിഞ്ഞു കിട്ടും. അതുപോലെ മക്കൾക്കും നല്ല സന്തോഷവും സമാധാനം ഉണ്ടാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യാനും നമ്മളെടുത്ത് തുറന്ന് സംസാരിക്കാനും തുടങ്ങും എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മള് എപ്പോഴും ദേഷ്യപ്പെടുന്ന അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വില ഉണ്ടാവില്ല. കാര്യങ്ങൾ ഒന്നും വല്ലാണ്ട് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാനൊന്നും ആരും വരില്ല. മക്കൾ പോലും നമ്മളടുത്ത് മനസ്സ് തുറക്കൂല. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് എപ്പോഴും ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്നുള്ളത് മക്കളും വിചാരിക്കുള്ളൂ. അപ്പോ എന്ത് ചെയ്യാം, നമ്മള് സമാധാനത്തോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുമ്പോ, എന്താ പറയാ, ക്ഷമയുള്ള വ്യക്തികളായിട്ട് മാറുമ്പോ ആ വീടൊരു സ്വർഗാവും. ഒരുപക്ഷെ ഹസ്ബൻഡുമാര് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ക്ഷമക്കുള്ള ആളുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഹാപ്പിനെസ്, അല്ല നല്ല, എന്താ പറയാ, നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. വീട്ടിലും കുഴപ്പമുണ്ടാവില്ല, കുറച്ച് സമയമാവുമല്ലോ അവര് വീട്ടിലുണ്ടാവാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മള് സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ വീട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട് ഒരു സ്വർഗം തന്നെ ആയിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നന്നായിട്ടുണ്ടെങ്കിലാണ് കുട്ടികൾക്കായാലും ആ വീട്ടില് ഏറ്റവും സമാധാനവും സന്തോഷവും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമ പ്രാക്ടീസ് ചെയ്യാം. ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നുള്ളത് എന്താ വെച്ചാല് മക്കളെ പഠിപ്പിക്കുന്ന സമയം. മക്കളെ പരീക്ഷ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് സന്തോഷത്തോട് കൂടിയിട്ടും പ്രതീക്ഷയോട് കൂടിയിട്ടും പഠിപ്പിച്ചു കൊടുക്കാം. പരീക്ഷ ആണല്ലോ എന്നുള്ള ലെവല് പേടിയും ആദ്യമൊക്കെ ഉണ്ടാവുമല്ലോ. എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ എന്താ പറയാ, ഒരു പേടിപ്പിക്കുന്ന തരത്തിൽ പരീക്ഷയാണ്, പഠിക്കണം പഠിക്കണം ആ ലെവലിൽ മാറിയിട്ട് സമാധാനം സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ടാവും. ബേജാറ്, യെസ്, അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും നല്ല രീതിയിൽ പഠിക്കാനും അവർക്ക് കഴിയുന്നുള്ളതാണ്. എപ്പോഴും ദേശത്തിന്റെ ഭാഷയിൽ പോയിരുന്ന് പഠിക്കടാ എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് അത് അത്ര ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, ഇഷ്ടത്തോട് കൂടിയിട്ട് അവർ പഠിക്കുകയില്ല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ദേഷ്യം വരുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ബോധം അവിടെ വർക്ക് ചെയ്യില്ല, നമ്മുടെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യൂല. ഇമോഷൻസ് അവിടെ വരുമ്പോ നമ്മള് അപ്പൊ അറിയോ, നമ്മൾ അവെയർ ആവാം, സെൽഫ് അവയർനെസ് കൊണ്ടുവരും അവിടെ. നമ്മള് അതിൽ അവെയർ ആവാം. അപ്പോ എനിക്ക് അപ്പം വരുന്ന ചിന്തകള്, ഫീലിങ്സ്, പ്രവർത്തനങ്ങള്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിൽ കൊടുക്കുക, മനസ്സിലാക്കുക എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനെ കുറിച്ചിട്ടൊന്ന് അവെയർ ആവുക. ആ പൊട്ടിത്തെറിയിൽ നിന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് ആ സാഹചര്യം അവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. ആ മാറി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറിയോ, നിങ്ങൾ അഫർമേഷൻ കൊടുക്കുക. ആ പെട്ടെന്ന് എന്താ, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് വരുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് പിന്നെ മാറി നിൽക്കല്ലേ, കൺട്രോൾ ചെയ്യല്ലേ, അത് ആ ചോദ്യം വരുന്നത് എന്തുകൊണ്ടറിയാം, നമുക്ക് നമ്മളോട് സ്നേഹമില്ലാത്ത, സെൽഫ് ലവ് തീരെ ഇല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര ദേഷ്യം വരൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ദേഷ്യം കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ദേഷ്യം വരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തൽക്കാലം അവിടുന്ന് ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യാറിയോ, സ്വന്തമായിട്ട് നമ്മുടെ സെൽഫിനെ നമ്മൾ അഫർമേഷൻ കൊടുക്കുക. ഐ എം കൂൾ, ഐ എം ഹാപ്പി, ഐ എം കൂൾ, ഐ എം കൂൾ. അവിടെ നിങ്ങൾക്ക് ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാം. നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ആ സമയത്ത് ദൈവത്തിൽ നിന്നുള്ള ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും പുറത്തു പോകുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഐ എം കൂൾ, ഐ എം കൂൾ എന്ന് പറഞ്ഞിട്ട് ഐ എം കൂൾ, ഐ എം കൂൾ. അത് നിങ്ങൾ കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്താൽ മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഇരിക്കൊന്നും വേണ്ട. എപ്പോഴാണ് കുട്ടികൾ എന്തെങ്കിലും തെറി കാണിക്കുന്ന സമയത്താണ് ദേഷ്യം വരുന്നതെങ്കിൽ ആ സമയത്ത് അത് എന്ത് ചെയ്യാം, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. ഇന്ന കാര്യത്തിലാണ് അവര്
കുട്ടികളാണ്. അത് ആദ്യം മനസ്സിലാക്കുക, ചെറിയ മക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ആ സമയത്ത് ജസ്റ്റ് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യുക, ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്തിട്ട്, ബ്രീത്തിങ് മെഡിറ്റേഷൻ ഒരുപാട് ചെയ്യണ്ട, ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഐ എം കൂൾ, ഐ എം കൂൾ, ഐ എം കൂൾ, ഐ എം ഓക്കെ, ഐ എം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താവും, അവിടെ ഫ്രീ ആവും എന്നുള്ളതാണ്. അതെന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആവും. അതുപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾ മെല്ലെ 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 കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും എഴുതി വെക്കുക. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് ഞാൻ എന്തെല്ലാം കൊടുത്തു എന്നുള്ളത് എഴുതി വെക്കാം. അങ്ങ് കൊടുക്കും എന്നുള്ളത് രാവിലെ തന്നെ എഴുതി വെച്ചാല് അതിൽ നിങ്ങൾക്ക് വല്ലാത്ത ഹാപ്പിനെസ് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പതിയെ 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 ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുവെച്ചാൽ ദേഷ്യം വരൂല, നെഗറ്റീവ് തോട്ട്സ് വരൂല എന്നുള്ളതല്ല, വരും. അത് അക്സെപ്റ്റ് ചെയ്യുക, അത് സ്വീകരിക്കുക, എന്നിട്ട് അതിൽ നിന്നും വർക്ക് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് വരും. അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ ജസ്റ്റ് ഒന്ന് മാറിക്കുക, നമ്മൾ നമ്മളെ തന്നെ കൂളാക്കിയിട്ട് മുന്നോട്ട് പോവാ. സെൽഫ് ലവ് കൂട്ടുക. നിങ്ങൾക്ക് സെൽഫ് ലവ് കൂട്ടുക എന്ന് പറയുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക. സന്തോഷം വരുന്ന കാര്യങ്ങൾ അവിടെ സംസാരിക്കുക. സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാവുക. ഒന്നോ രണ്ടോ പേരോ, ഒന്ന് നിങ്ങളുടെ പാർട്ണർ ആയാൽ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും തുറന്ന് പറയാനുള്ള നല്ലൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന്, കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂള് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട്, ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറാൻ പറ്റൂല. നിങ്ങൾ അതുപോലെ തന്നെ ഈ ടൈം ഉണ്ടല്ലോ, പേഴ്സണൽ ടൈം, ഫാമിലി ടൈം, വർക്കിംഗ് ടൈം, ഈ 3 സമയം നിങ്ങൾ 3 കള്ളികളാക്കിയിട്ട് നിങ്ങൾ ഇടുക. എന്നിട്ട് അതിനൊക്കെ ഇപ്പൊ രാവിലത്തെ വർക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് വർക്കുകളാണെങ്കിൽ ഒക്കെ ഇന്ന സമയത്ത് ഞാൻ തീർക്കും എന്നുള്ളതും, ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതും മനസ്സിലുറപ്പിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഈ സമയങ്ങളൊക്കെ ഇതിലൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ടാവും, മനസ്സിൽ സമാധാനവും സന്തോഷം നിങ്ങൾക്ക് വരും. കാരണം നമുക്ക് എപ്പോഴും തിരക്കാം, ഒന്നിനും സമയമില്ല എന്ന്. പക്ഷെ പല സമയത്തും നമുക്ക് യൂട്യൂബിൽ റീൽസ് കാണാനും പലരും അതിലൊക്കെ ഇതാക്കുന്നത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ 2025 നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഞാനൊരു പുതിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരെ അറിയിക്കുക. നിങ്ങൾക്ക് അതിൽ ഗോൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. 5 ഇയേഴ്സിലുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള 1 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ടത്, അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ സെറ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യാം, അറിയിക്കുക കേട്ടോ, PM അറിയിക്കുക. അപ്പോ എല്ലാരും ഹാപ്പി ആണല്ലോ. ഇൻഷാല്ലാ നമുക്ക് സെൽഫ് ലവിനെ കുറിച്ചിട്ട് അടുത്ത ദിവസം സംസാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. കാരണം അതിൽ പുറത്തുള്ള ആരും ഇല്ല, കൂടുതലും എന്റെ പാരന്റ്സ് തന്നെയാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ സങ്കടം വന്നാലും സന്തോഷം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ പങ്കുവെക്കുക. സങ്കടം വന്നാലും മീൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയിച്ചു തരുന്നതാണെന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. തന്നിട്ടുള്ള ഓരോ ടാസ്കുകളും മുന്നോട്ട് പോവുക. മെഡിറ്റേഷൻ, നിങ്ങൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ബാക്കിയുള്ള മെഡിറ്റേഷൻ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റ് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.